എന്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തി ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളുമൊക്കെ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നതെന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒരു വലിയ പ്രതീക്ഷ കർത്താവ് കാണുന്നുണ്ടെന്നും എന്റെ സഹനത്തിനും എന്റെ വേദനയ്ക്കും സ്വർഗം ഒരു ഉത്തരം നൽകുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ സഹനവും വേദനയും കഷ്ടപ്പാടും എന്റെ ജീവിതത്തെ പ്രതീക്ഷയിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ കഷ്ടതയും പ്രയാസവും ഒക്കെ കർത്താവ് എടുത്തു മാറ്റും. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. 1 സാമുവേലിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം: എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർക്ക് നിന്ദയ്ക്ക് ഇടയാകും. ഈശോയുടെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സ്വർഗത്തെ മാനിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ, വിലമതിച്ചാൽ കഷ്ടതയും പ്രയാസമൊക്കെ കർത്താവ് കൈകളിലെടുത്ത് സന്തോഷത്തിന് കാരണമാക്കി തരും. പ്രത്യാശയിൽ ദൈവത്തെ കാണാൻ ഇടയാകും. ദൈവത്തെ മാനിക്കാനായിട്ട് എനിക്കിടയാകണം. വചനം വീണ്ടും എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഈശോയിലേക്ക് നോക്കിയവർക്കൊക്കെ പ്രകാശത്തിന്റെ അനുഭവം ഉണ്ടാവും. ഈ പ്രഭാതത്തിൽ കർത്താവിലേക്ക് നോക്കി പ്രകാശിതരായുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.